യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഭീഷ്മരുടെ ശരീരത്യാഗത്തെക്കുറിച്ച് സൂതൻ ശൗനകനോട് കഥ തുടർന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധം കൊണ്ട് പ്രജകൾക്ക് താൻ കൂടുതൽ ദ്രോഹമാണ് ചെയ്തത് എന്ന ഭീതി യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചു തുടങ്ങി. യുധിഷ്ഠിരൻ വളരെയധികം ദുഃഖിതനായിരുന്നു. ഇതിന്റെ ഒരു സൂക്ഷ്മസ്ഥിതി നന്നായി അറിയാൻ ഭീഷ്മരിൽ നിന്ന് സർവധർമ്മങ്ങളുടെയും മർമ്മം അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടായി. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ മരണത്തിനുചിതമായ ഉത്തരായന കാലത്തെയും കാത്തുകൊണ്ട് കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് യുധിഷ്ഠിരൻ യാത്ര ചെയ്തു. യുധിഷ്ഠിരൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സഹോദരന്മാരെല്ലാവരും സ്വർണഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ഉത്തമാശ്വങ്ങളെ പൂട്ടിയിരിക്കുന്ന തേരുകളോടും വ്യാസൻ, ധൗമ്യൻ എന്നീ മഹർഷിമാരോടും കൂടി പുറപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനോടൊപ്പം തേരിൽ പുറപ്പെട്ടു. ഇവരോടൊപ്പം കൂടിയ യുധിഷ്ഠിരൻ ഗുഹ്യകന്മാരോടുകൂടിയ കുബേരൻ എന്ന പോലെ പ്രകാശിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനും കൂട്ടരും ചേർന്ന പാണ്ഡവ സമൂഹം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്ന ദേവൻ എന്ന പോലെ ഭീഷ്മരെ കണ്ട ഉടനെ തന്നെ നമസ്കാരം ചെയ്തു. ആ സമയത്ത് ഭരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭീഷ്മരുടെ നിത്യാന മഹോത്സവത്തെ കാണാനായി ബ്രഹ്മർഷികൾ, ദേവർഷികൾ, രാജർഷികൾ എന്നിങ്ങനെയുള്ള മഹാന്മാർ വന്നു ചേർന്നു. മഹിമാശാലികളായ വന്നിരിക്കുന്ന മഹാന്മാരെ അരികത്ത് കണ്ടയുടനെ സർവധർമ്മങ്ങളെയും ദേശകാല ഭേദങ്ങളെയും നന്നായി അറിയുന്ന ഭീഷ്മർ എഴുന്നേൽക്കാൻ കഴിയാത്തതായ ആ അവസ്ഥയ്ക്കനുസരിച്ചുള്ള വിധം വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും അവരെ വന്ദിച്ചു. ശ്രീകൃഷ്ണന്റെ വൈഭവത്തെ നന്നായി അറിയുന്നവനാണ് ഭീഷ്മർ. തന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നവനാണ് ആ ഭഗവാൻ എങ്കിലും ശരീരത്തെ ബാഹ്യദൃഷ്ടിക്ക് വിഷയമാക്കി അരികെ ഇരിക്കുന്ന ജഗദീശ്വരനായ ശ്രീകൃഷ്ണനെയും യഥോചിതം പൂജിച്ചു. വണക്കം, പ്രേമം എന്നിവ ചേർന്ന് സമീപത്തിരിക്കുന്ന പാണ്ഡവന്മാരെ കുറിച്ചുള്ള അനുരാഗം നിമിത്തം ബാഷ്പം നിറഞ്ഞതായ കണ്ണുകൊണ്ട് കടാക്ഷിച്ചുകൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ധർമ്മനന്ദനന്മാരെ, നിങ്ങൾ ഒരിക്കലും ക്ലേശിച്ച് ജീവിക്കേണ്ടവരല്ല. അങ്ങനെയൊരവസ്ഥ നിങ്ങൾക്ക് നേരിട്ടത് കഷ്ടം തന്നെയാണ്, ഏറ്റവും അന്യായം തന്നെയായിരുന്നു. യുദ്ധത്തിൽ മഹാവീരനും അതിരഥൻ എന്ന് പ്രസിദ്ധനുമായ പാണ്ഡു മഹാരാജാവിന്റെ മരണത്തിന് ശേഷം ബാലന്മാരായ സന്താനങ്ങളോട് കൂടിയ കുന്തിദേവി നിങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി അടിക്കടി അനേകം കഷ്ടങ്ങളെ സഹിച്ചിട്ടുണ്ട്. പാണ്ഡുവിന്റെ മരണം കൊണ്ട് തന്നെ കുന്തിക്ക് കഷ്ടം നേരിട്ടു. ഭർത്താവിനോടുകൂടി ചിതയിൽ ചാടി മരിക്കാഞ്ഞത് ബാലന്മാരായ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ കാലസ്വരൂപനാൽ നൽകപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദ്രൻ തുടങ്ങി ലോകപാലന്മാരോട് കൂടിയ 14 ലോകവും മേഘസമൂഹം വായുവിന്റെ അധീനത്തിൽ എന്ന പോലെ ആ കാലസ്വരൂപന്റെ അധീനത്തിലിരിക്കുന്നതാണല്ലോ. രാജാവായിരിക്കുന്നത് സാക്ഷാത് ധർമ്മരാജാവിന്റെ അംശത്തിൽ നിന്നുണ്ടായ ധർമ്മപുത്രർ എന്നറിയപ്പെടുന്ന യുധിഷ്ഠിരനാണ്. ഗദയെടുത്ത് യുദ്ധം ചെയ്യാൻ നൈപുണ്യമുള്ള ആളാണ് ഭീമസേനൻ. അസ്ത്രം പ്രയോഗിക്കാനുള്ള അതിയായ കഴിവ് അർജുനനാണ്. അദ്ദേഹത്തിന്റെ ചാപമാണെങ്കിൽ ഗാണ്ഡീവവും, സഹായത്തിനാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ആ സംഘത്തിന് ആപത്ത് നേരിട്ടു എന്നത് കാലകൃതം എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഈശ്വരൻ ചെയ്യാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ആർക്കും ഒരിക്കലും അറിഞ്ഞുകൂടാ. അതിനെ ആഗ്രഹിക്കുന്നതായ ബ്രഹ്മാദികൾ കൂടെ മോഹിക്കപ്പെടുന്നു. അവരുടെ ബുദ്ധിക്കും അത് വിഷയമായി ഭവിക്കുന്നില്ല. ഞാൻ ഈശ്വരൻ എന്ന് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ഈശ്വരൻ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് കൃഷ്ണ മഹിമയെ ആദ്യമായി ഭീഷ്മർ ഉപദേശിച്ചു. ഈശ്വര സങ്കല്പം ആർക്കും അറിയാൻ കഴിയാത്തതായതുകൊണ്ട് ഒരുവന് ഇഹത്തിലുണ്ടാകുന്ന സുഖവും ദുഃഖവും ദൈവാധീനമാണെന്നുറച്ച് അവന്റെ ഇച്ഛയെ അനുവർത്തിക്കുന്നവനായിട്ട്
അപ്പപ്പോൾ സംഭവിക്കുന്ന സുഖദുഃഖാദികളെ സഹിക്കുന്നവനായിട്ട് അല്ലയോ ഭരതശ്രേഷ്ഠനായ രാജാവേ അഗതികളായ പ്രജകളെ പരിപാലിക്കുക. പ്രത്യക്ഷനായി കാണപ്പെടുവാൻ യോഗ്യനായ ഭഗവാൻ തന്നെയാണ് ഈ കൃഷ്ണൻ. കാരണജലത്തിൽ ശയിക്കുന്നവനും ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുൻപേ ഉള്ളവനുമായ ഈ പരമപുരുഷൻ സ്വന്തം ശക്തിയായ മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ച് സ്വന്തമായ ഈശ്വര തത്വത്തെ മറച്ചുകൊണ്ട് വൃഷ്ണികളുടെ ഇടയിൽ സഞ്ചരിക്കുന്നു. ഹേ രാജാവേ, ഈ കൃഷ്ണന്റെ ഏറ്റവും ഗോപ്യമായിരിക്കുന്ന മാഹാത്മ്യത്തെ ജ്ഞാനസ്വരൂപനായ പരമശിവനും ദേവർഷിയായ ശ്രീനാരദനും സാക്ഷാത് ഭഗവാന്റെ അവതാരമായ കപിലാചാര്യനും അറിയുന്നു. യാതൊരു ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിയാത്തതുകൊണ്ട് അർജുന, അമ്മാവനായ വസുദേവരുടെ പുത്രനെന്നും നിന്റെ പ്രീതിക്ക് പാത്രമാണെന്നും നിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനെന്നും പ്രത്യുപകാരം ആഗ്രഹിക്കാതെ നിനക്ക് പരമോപകാരം ചെയ്യുന്നവനെന്നും വിചാരിക്കുന്നു. ആ സ്നേഹാധിക്യത്താൽ ചിലപ്പോൾ നിന്റെ മന്ത്രിസ്ഥാനത്തിലും ചിലപ്പോൾ ദൂതന്റെ നിലയിലും ചിലപ്പോൾ തേർ നടത്തുന്നവന്റെ നിലയിലും ഭഗവാൻ ഏർപ്പെടുന്നു. അന്യശരണമില്ലെന്നുള്ള ഉറപ്പോടുകൂടെ സ്വന്തം പാദപത്മത്തെ ഭജിക്കുന്നവരായ ഏകാന്ത ഭക്തന്മാരിൽ ഭഗവാനായ ഈ കൃഷ്ണനുള്ള കാരുണ്യ വിശേഷത്തെ നോക്കുക. എന്തെന്നാൽ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എന്റെ ദൃഷ്ടികൾ കൊണ്ട് കാണാൻ തക്കവിധം സമീപത്തിൽ കൃഷ്ണൻ വന്നിരിക്കുന്നുവല്ലോ. ഇത് എന്നോടുള്ള കാരുണ്യത്തിന്റെ വിശേഷമല്ലേ? യാതൊരു ഭഗവാനിൽ പരമപ്രേമത്തോടുകൂടി മനസ്സിനെ ഉറപ്പിച്ചും വാക്കുകൾ കൊണ്ട് ഭഗവത് നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന യോഗി ജനന മരണങ്ങൾക്ക് ഹേതുവായ കാമകർമ്മങ്ങളിൽ നിന്ന് വേറിട്ടവനായി ഭവിക്കുന്നു. കൃഷ്ണ സന്ദർശന മാത്രയിൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്ന് സംശയമുണ്ടാകേണ്ട കാര്യമില്ല. ദേവദേവനും മഹിമയുള്ളവനും പ്രസന്നമായ മന്ദഹാസം, ചുവന്ന കണ്ണുകൾ, പ്രകാശിക്കുന്ന മുഖാരവിന്ദം ഇവയോടുകൂടിയവനും ധ്യാനത്തിന് വിഷയമായിരിക്കുന്നവനും 4 കൈകളോട് കൂടിയവനുമായ ആ ശ്രീകൃഷ്ണൻ ഞാൻ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നത് വരെ ഇവിടെ ഇരുന്ന് എന്നെ കടാക്ഷിക്കണം. അതികരുണമായ ആ വാക്ക് കേട്ടപ്പോൾ ധർമ്മപുത്രൻ ശരങ്ങളാകുന്ന കൂട്ടിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരോട് ഋഷിമാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ധർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു. ആ അന്ത്യസമയം ചോദ്യോത്തരങ്ങൾക്ക് ഉചിതമല്ല എന്നിരിക്കലും ഭീഷ്മരുടെ ശരീര അഭാവത്തിൽ തന്റെ സന്ദേഹം തീർക്കുവാൻ ആരുമില്ലെന്ന ദുഃഖാധിക്യത്താൽ യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിച്ചു. മനുഷ്യർക്ക് സർവ്വസാധാരണമായും ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് വിശേഷമായും ബ്രഹ്മചര്യം തുടങ്ങി ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർ അനുസരിക്കേണ്ടതായും വിഷയ വൈരാഗ്യമാകുന്ന ലക്ഷണത്തോടു കൂടിയ നിവൃത്തി, വിഷയാനുരാഗമാകുന്ന ലക്ഷണത്തോടു കൂടിയ പ്രവൃത്തി എന്നിവയെ സംബന്ധിക്കുന്നവയുമായ ധർമ്മങ്ങളെ വർണ്ണിച്ചു. ദാനധർമ്മങ്ങൾ, രാജധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ, ഭഗവാനെ സേവിക്കുന്നവരുടെ ധർമ്മങ്ങൾ എന്നിവയെ ഓരോന്നിനെയും വെവ്വേറെ സംക്ഷേപിച്ചും വിസ്തരിച്ചും വർണ്ണിച്ചു. തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഭീഷ്മാചാര്യർ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ സൂക്ഷ്മ സ്വഭാവങ്ങളെയും അവയെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങളെയും അനേകവിധ കഥകൾ, ഇതിഹാസങ്ങൾ ഇവകളെയും പല ഉദാഹരണത്തോടുകൂടി വർണ്ണിച്ചു. ധർമ്മത്തെ വിശേഷമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷ്മാചാര്യർക്ക് ശരീരം ഉപേക്ഷിക്കുവാനുള്ള സമയമായി. സ്വന്തം ഇച്ഛപ്രകാരം ഇഷ്ടമുള്ള സമയത്ത് മരിക്കാൻ തക്കവിധം യോഗാഭ്യാസം നേടിയ ഒരു മഹാത്മാവാണ് ഭീഷ്മാചാര്യർ. അങ്ങനെയുള്ളവർ മരിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് ഉത്തരായനം. ആ ഉത്തരായന കാലം വന്നു ചേർന്നു. തന്നോട് കൂടെ ചേർന്ന് രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന 1000 രഥികളെ സംരക്ഷിച്ചുകൊണ്ട് എതിർത്ത കക്ഷികളോട് യുദ്ധം ചെയ്ത മഹാവീരനാണ് ഭീഷ്മാചാര്യർ. അങ്ങനെയുള്ള അദ്ദേഹം അനേകം ധർമ്മോപദേശങ്ങളിൽ വ്യാപരിക്കുന്ന വാക്കുകളെ എല്ലാം അടക്കി പ്രകാശമുള്ള മഞ്ഞപ്പട്ടുടുത്ത് 4 കൈകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നിൽ തന്നെ ഇരിക്കുന്ന ആദിപുരുഷനായ ശ്രീകൃഷ്ണനിൽ മറ്റു വിഷയത്തിൽ നിന്നെല്ലാം വേർപ്പെടുത്തിയിരിക്കുന്ന തന്റെ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ചു. ഏറ്റവും ശുദ്ധമായ ഭഗവത് സ്വരൂപത്തെ കുറിച്ചുള്ള ധാരണയാൽ ശുഭകരമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞുപോയി. ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ തന്നെ ആയുധമേറ്റിട്ടുണ്ടായിരുന്ന വേദന മുഴുവനും ശമിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പലവിധങ്ങളായ പരിഭ്രമങ്ങളും നിലച്ചു.
ഈ വിധമിരിക്കുന്ന ഭീഷ്മർ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് സകല ജനപാപങ്ങളെയും സംഹരിക്കുന്ന സർവേശ്വരനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സ്തോത്രം ചെയ്തു. ഭീഷ്മർ സ്തോത്രങ്ങളാൽ സ്തുതിച്ചത് ഇങ്ങനെയാണ്: വിശേഷമഹിമയുള്ളവനും സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനും ജനനമരണ പരമ്പരയെ ഉണ്ടാക്കി തീർക്കുന്ന പ്രകൃതിയെ സൃഷ്ടി തുടങ്ങിയ ലീലകൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വേച്ഛയാ സ്വീകരിക്കുന്നവനും ഇപ്പോൾ യാദവ ശ്രേഷ്ഠനായി അവതരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചർച്ചയില്ലാത്തതായിരിക്കുന്ന എന്റെ ബുദ്ധി ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ത്രിഭുവന കമനം കമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ വപുരളക കുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേ നവധ്യാം. 3 ലോകത്തിൽ വെച്ച് അതിമനോഹരവും തമാലം പോലെ ശ്യാമള നിറമുള്ളതും ബാലസൂര്യപ്രഭ പോലെ പീതവർണ്ണ പട്ടുവസ്ത്രങ്ങളോടുകൂടിയതും നെറ്റിക്കുമീതെ ചുരുണ്ടു കിടക്കുന്ന കുറുനിരകളാൽ മറയ്ക്കപ്പെട്ടതും താമരപ്പൂ പോലെ മനോഹരമായും ഇരിക്കുന്ന മുഖത്തോടു കൂടിയതുമായ ശരീരത്തെ ധരിച്ച പാർത്ഥസാരഥിയിൽ ഫലം ഇച്ഛിക്കാത്തതായ പരമപ്രേമം എനിക്കുണ്ടാകണമേ. യുദ്ധത്തിൽ അർജുനന്റെ തേർ തെളിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പുകൾ തട്ടിപ്പൊങ്ങുന്ന ധൂളികൾ വ്യാപിക്കുന്നതുകൊണ്ട് ധൂമ്രവർണ്ണമായും അങ്ങുമിങ്ങും ചലിച്ചുകൊണ്ടിരിക്കുന്ന തലമുടികളിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പ് തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടും എന്റെ മൂർച്ചയുള്ള ബാണങ്ങൾ തട്ടി മുറിഞ്ഞിരിക്കുന്ന ശരീരത്തോടും രക്തവ്യാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടും കൂടിയ കൃഷ്ണനിൽ എന്റെ മനസ്സ് ദൃഢമായിരിക്കണമേ. യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ അർജുനൻ പറഞ്ഞത് കേട്ട് തന്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ നടുവിൽ തേർ നിർത്തി തന്റെ നോട്ടത്താൽ തന്നെ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരമമായ പ്രേമം ഉണ്ടാകണമേ. ഉഭയ സൈന്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ശത്രു സൈന്യത്തെ നോക്കിയ അർജുനൻ സൈന്യ നായകന്മാരായി മുന്നിൽ നിൽക്കുന്ന ഗുരുഭൂതന്മാരായ എന്നെയും ദ്രോണർ, കൃപർ എന്നിവരെയും കണ്ടപ്പോൾ അവരുടെ വധം പാപകാരണമെന്ന് തോന്നി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഭാവിച്ച ആ ബുദ്ധിമാന്യത്തെ, അറിവില്ലായ്മയെ ആരാണോ ആത്മവിദ്യയെ അവനെ ഉപദേശം ചെയ്ത് നശിപ്പിച്ചത്, ആ പരമപുരുഷന്റെ പാദപത്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാകണമേ. അസ്ത്രം ധരിക്കാതെ സഹായം മാത്രം ചെയ്യാം എന്ന് ഭഗവാൻ പാണ്ഡവന്മാരോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അസ്ത്രം എടുപ്പിക്കും എന്ന് ഞാനും ശപഥം ചെയ്തു. എന്റെ ശപഥത്തെ സത്യമാക്കണം എന്ന കരുണ ഭഗവാൻ കാണിച്ചു. അസ്ത്രം എടുക്കുകയില്ല എന്ന ഭഗവാന്റെ പ്രതിജ്ഞയെ മിഥ്യയാക്കി തന്നെക്കാൾ തന്റെ ഭക്തന് ഈ ലോകത്ത് മാഹാത്മ്യം സിദ്ധിക്കണമെന്നുള്ള പരമവാത്സല്യത്തെ പ്രത്യക്ഷമാക്കി അർജുനനും ഞാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനനെ രക്ഷിക്കാനും എന്നെ സംഹരിക്കാനും എന്ന ഭാവത്തിൽ അതിയായ കോപത്തെ കാണിച്ചുകൊണ്ട് തേരിൽ നിന്ന് താഴേക്ക് ചാടി ചക്രായുധത്തെ കയ്യിൽ ധരിച്ച് പാഞ്ഞു വരുമ്പോൾ കുക്ഷിയിൽ കിടക്കുന്ന ബ്രഹ്മാണ്ഡം ചലിച്ചതിനാൽ ആ ഭാരത്തെ വഹിക്കുവാൻ കഴിയാതെ അടിവെക്കുന്ന എല്ലാ ഭൂപ്രദേശത്തെ ഇളക്കിക്കൊണ്ടും ശരീരത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോടും കൂടി മത്തഗജത്തിന്റെ നേരെ ചെല്ലുന്ന സിംഹം എന്ന പോലെ എന്റെ നേർക്ക് പാഞ്ഞു വന്നു. എന്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടും ആയുധം ധരിച്ചുമിരിക്കുന്ന എന്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ താടിക്കപ്പെട്ടവനും അതുകൊണ്ട് മുറിഞ്ഞ കവചത്തോടു കൂടിയവനും അതിനാൽ ബാണമേറ്റ് ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തോടുകൂടെ ബലാത്കാരേണ എന്നെ സംഹരിക്കാൻ ഒരുങ്ങിയവനുമാണെന്ന വിധത്തിൽ ഏതൊരു ഭഗവാനാണ് എന്റെ നേർക്ക് വന്നത്, മഹിമയേറിയ ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രയമായി ഭവിക്കണമേ. അർജുനന്റെ തേരാകുന്ന കുടുംബത്തെ അകൃത്യശതം കൊണ്ട് രക്ഷിക്കാൻ ഒരുങ്ങിയവനും ഒരു കൈയിൽ കുതിരയെ നടത്തുവാനുള്ള കുരടാവും മറ്റേ കൈയിൽ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് സാരഥ്യം വഹിക്കുന്ന ആ ശോഭയാൽ നോക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുവാൻ തക്ക കാന്തിയോടുകൂടിയിരിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാനിൽ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമഭക്തി ഭവിക്കട്ടെ. ഭംഗിയുള്ള നടത്തം, ലീല, മനോഹരമായ മന്ദഹാസം, സ്നേഹപൂർവകമായ നോട്ടം ഇവയൊക്കെയാൽ ഭഗവാനോട് ബഹുമാനത്തോടു കൂടിയവരും
ഗോവർദ്ധന പർവ്വതോദ്ധാരണം തുടങ്ങി ഭഗവാൻ ചെയ്ത ഓരോരോ അതിശയ കർമ്മങ്ങളെ കാട്ടി നാട്യം ചെയ്യുന്നവരും പ്രേമത്തഴപ്പുകൊണ്ട് കണ്ണു കാണാനാകാത്തവരുമായ ഗോപികകളും ഭഗവാന്റെ സാരൂപ്യത്തെ പ്രാപിച്ചുവല്ലോ. മുനിമാരും രാജശ്രേഷ്ഠന്മാരും തിങ്ങിയിരിക്കുന്ന സഭാമധ്യത്തിൽ ധർമ്മപുത്രർ നടത്തിയ രാജസൂയത്തിൽ സകലരുടെയും അന്ധകരണത്തെ ആകർഷിച്ചുകൊണ്ട് ജഗന്മോഹന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന യാതൊരുവന്റെ നേർക്ക് അഹോ രൂപം അഹോ മഹിമ എന്ന് സകലരും അതിശയിച്ചു നോക്കിക്കൊണ്ട് അഗ്രപൂജാസ്ഥാനത്തിലിരുത്തി ആരെയാണോ പൂജിച്ചത് ജഗത് പൂജനും സർവാത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ എന്റെ ഗോചരനായിരിക്കുന്നുവല്ലോ. അഹോ എന്റെ ഭാഗ്യം എത്ര മഹത്തായിരിക്കുന്നു. ഭഗവാനാൽ കൽപ്പിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയം തോറും അന്തര്യാമിയായിരുന്ന് കർമാനുസരണമായ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാദി വികാരരഹിതമായ ആ ഭഗവാനെ ഒരേ സ്വരൂപത്തിലിരിക്കുന്ന സൂര്യൻ സകല പ്രാണികളുടെയും ദൃഷ്ടിയിൽ പ്രകാശരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നതിനെ ഏതുവിധം പ്രത്യക്ഷമായി സകലരും കാണുന്നുവോ അതുപോലെ ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്വ ബുദ്ധി തീരെ നശിച്ച സർവാത്മ സ്വരൂപനായി അറിഞ്ഞ് ആ ഭഗവാനെ സർവാത്മന പ്രാപിച്ചിരിക്കുന്നു. ഭൂമിഭാരം തീർക്കാനായിട്ട് ആരാണോ അവതരിച്ച് അതിനുപായമായിട്ട് കുരുവംശക്കാർക്കിടയിൽ ചൂതുകളി ഉണ്ടാക്കിയത്, വായു മുളകളെ തമ്മിൽ ഉരസിപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവയെ ദഹിപ്പിക്കുന്നത് പോലെ ആ ചൂതുകളി ആ വംശത്തെ നശിപ്പിക്കുന്ന അഗ്നിയായി ഭവിച്ചത് ആരുടെ ഇച്ഛയാലാണോ ഭക്തപരിതാപം തീർക്കുന്ന പാദപത്മത്തോടു കൂടിയ ആ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ മർത്യ ശരീരമാകുന്ന കൂടിനെ വിട്ടിതാ പോകുന്നു. ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൾ കൊണ്ട് ഭക്തവാത്സല്യാദി ഗുണങ്ങളെ സ്തുതിച്ചും കണ്ണുകൾ കൊണ്ട് ദിവ്യമംഗള സ്വരൂപത്തെ കണ്ടും കൊണ്ട് സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മർ ഉപരമിക്കുകയും ചെയ്തു. ഭീഷ്മർ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചു എന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്പോൾ രാത്രികാലത്തിൽ പക്ഷികൾ എന്ന പോലെ നിശബ്ദമായിരുന്നു. സമീപത്തിരിക്കുന്നവരെല്ലാം ഭീഷ്മർക്കുണ്ടായ പരമശാന്തിക്ക് അധീനന്മാരായി ഭവിച്ചു. വ്യസനം, ആശ്ചര്യം, ആനന്ദം എന്നീ ഭാവങ്ങൾ നിമിത്തം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. അപ്പോൾ അവിടെ ദേവന്മാർ ആകാശത്തിലും മനുഷ്യർ ഭൂമിയിലും വാദ്യങ്ങൾ മുഴക്കി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ബ്രഹ്മജ്ഞാനികളായിരുന്നവർ ഭീഷ്മരുടെ ശരീരത്യാഗത്തെ പറ്റി പ്രശംസിച്ചു. ആകാശത്തിൽ നിന്നും പുഷ്പവർഷം ഭൂമിയിൽ വീണു. സ്വർഗം ഗതനായ ഭീഷ്മരുടെ ശവസംസ്കാരാദി കർമ്മങ്ങളെ ധർമ്മപുത്രർ ചെയ്യിച്ചുകൊണ്ട് അല്പനേരം ദുഃഖിതനായിരുന്നു. മുനിമാർ സന്തോഷത്തോടുകൂടെ ശ്രീകൃഷ്ണന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങളെ കീർത്തനം ചെയ്ത് സ്തുതിച്ചു. പിന്നെ ശ്രീകൃഷ്ണ സ്മരണയോടുകൂടെ അവരവരുടെ ആശ്രമങ്ങളെ പ്രാപിച്ചു. പിന്നെ യുധിഷ്ഠിരൻ കൃഷ്ണനോടൊപ്പം ഹസ്തിനാപുരത്തിൽ ചെന്ന് പുത്രദുഃഖത്താൽ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന പിതാവായ ധൃതരാഷ്ട്രയെയും മാതാവായ ഗാന്ധാരിയെയും സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. രാജാവായ ധർമ്മപുത്രൻ പിതാവായ ധൃതരാഷ്ട്രരുടെ അനുമതിയോടും ശ്രീകൃഷ്ണന്റെ അനുവാദത്തോടും കൂടി പരമ്പരാഗതമായ രാജ്യധർമ്മത്തെ പിഴയ്ക്കാതെ പരിപാലിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.